അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തിരുസത്ത ചങ്ങായിമാരെ, ഞങ്ങൾ ഇന്ന് ചർച്ചയാക്കുന്ന വിഷയ അസൂയ. അസൂയ ഞങ്ങളെ നന്മയുടെ ഞങ്ങൾക്ക് എനിക്കെത്തതായ ഗുഡ് ഡീഡ്സ്, നല്ല പ്രവർത്തനത്തെ നശിക്കരുത്. അതായിരിക്കും ഞങ്ങളെ ഇന്നത്തെ വിഷയം. തിരുസത്ത മുഅ്മിനീകളെ, ഞങ്ങൾ എന്ത് നല്ല ആക്കിടമ്മ അത് നശിക്കണമെങ്കിൽ അസൂയ ചൊല്ലൊരു സാധാരണ ഞങ്ങളുടെ ശരീരത്തിൽ, ഞങ്ങളുടെ തടിയിൽ, ഞങ്ങളുടെ കൽബിൽ ഇല്ലെങ്കിൽ ഒരിക്കലും ഞങ്ങൾ എല്ലാം ആക്കിയ നന്മ അള്ളാഹു കരിച്ചു കളയും. തിരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ചൊല്ലേ, ഇയ്യാകും വൽ ഹസദ ഫഇന്നൽ ഹസദ യഅകുലുൽ ഹസനാതി കമാ തഅകുലുൻ നാറുൽ ഹതബ്. നിങ്ങൾ സൂക്ഷിക്കണോ, നിങ്ങൾ അസൂയ ഈ നഞ്ചി പണ്ടെതിരെ തൊട്ടിട്ട് സൂക്ഷിക്കണോ. നിശ്ചയമായിട്ട് ഈ ഹസദ് ചൊല്ലിയത്, അതായത് ഈ നഞ്ചി ചൊല്ലിയത്, അത് ഞങ്ങളെ നല്ല പ്രവർത്തനത്തെ യഅകുലുൽ ഹസനാത്ത്, ഞങ്ങളെ നല്ല പ്രവർത്തനത്തെ അത് തിന്നത്. ഏതുപോലെ തീരെ കണല് പിന്നെ ഒരു കൊല്ലി കഷ്ണ അത് തീരെ എങ്ങനെ തിന്നത്, അതേപോലെ ഞങ്ങളെ നഞ്ചി ഞങ്ങളെ പിന്നെ നന്നത് തിന്നത് ചൊന്നിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാടുന്നെങ്കിൽ തിരുസത്ത മുഅ്മിനീകളെ, ഞങ്ങളുടെ അസൂയ. അതായത് അസൂയയുടെ അർത്ഥ ഒരു മനുഷ്യക്ക് അള്ളാഹു കൊടുത്ത നിയമത്തിനോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു. നക്ക് തന്ന നിയമത്ത് നന്റെ ചങ്ങായിക്ക് കൊടുക്കണം ചൊല്ല കൊടുക്കണം ചൊല്ല ഉദ്ദേശമായിട്ടിരിക്കുന്നു യഥാർത്ഥ മുഅ്മിന്റെ ഖൽബിൽ ഉണ്ടായിരിക്കേണ്ടത്. വിശുദ്ധ മുഅ്മിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു, അള്ളാഹു തന്ന ഒരു പിന്നെ അള്ളാഹു തന്ന വലിയ നിയമത്തായിരിക്കുന്നത് കൽബ്. ആ കൽബിലും അസൂയക്കാരന്റെ കൽബിലും ഒരിക്കലും ഈമാനുകൾ ജാഗയില്ല. അല്ലെങ്കിൽ ഈമാനുള്ള കൽബ് അസൂയ പറഞ്ഞ ജാഗ ഉണ്ടാവല്ല. ഇത് രണ്ടും തദ്വീറുദ്ധായിട്ടിരിക്കും. ഈമാനുള്ള ഹൃദയത്തിക്ക് അസൂയ പണ്ടില്ല, ഇനി അസൂയ ഉള്ള ഹൃദയത്തിക്ക് അള്ളാഹു ഈമാൻ കൊടുക്കില്ല. അതായത് തന്റെ സഹോദരന്റെ അള്ളാഹു നൽകിയ നിഅമത്ത് അത് നീങ്ങളും ചൊല്ലി ഉദ്ദേശിക്കുന്നതായിട്ട് അസൂയ ചൊല്ലി, നഞ്ചി ചൊല്ലി. അത് എന്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഉത്ഭവിക്കരുത്? ഞങ്ങളെ കൽബ് നന്നാവാത്തത് കൊണ്ടാണ്. അതൊരിക്കലും നേരത്തെ ചൊന്നതുപോലെ ഈമാനുള്ള കൽബും ഹസദുള്ള കൽബും ഒരിക്കലും നന്നാവില്ല. മാത്രമല്ല ഞങ്ങൾക്ക് എനിക്കത്തെ എല്ലാ നല്ല പ്രവർത്തന നേരത്തെ ചൊന്ന പോലെ നല്ല പ്രവർത്തന ബാരി കുറഞ്ഞിട്ടിക്കട്, എന്നിട്ട് ഉള്ള പ്രവർത്തനം അതിനകത്ത് നഞ്ചി നരക്ക് കാട്ടിട്ട് തീർത്തോണ്ടുള്ള. അതുപോലെ തന്നെ അസൂയ ചൊല്ല സാധന ഓർത്തനാകട്ടെ നഞ്ചി കാട്ടെ കണ്ടെങ്കിൽ അത് പരസ്പരം വെറുപ്പുണ്ടാവും. അവന്നിട്ട് നിങ്ങൾ വിദ്വേഷം ആവോടും ഗലാട്ടയ്ക്ക് തെരുവാവും അവിടെ. വിശുദ്ധ മുഅ്മിനീകളെ, അപ്പൊ അസൂയ ഞങ്ങൾ കാട്ടാൻ പാടുള്ളതല്ല. മാത്രമല്ല അസൂയാലിന്റെ പ്രാർത്ഥന ഞങ്ങളെ കൽബിൽ ഈമാനില്ല. പക്ഷെ ഇനത്തെ കുറിച്ചിട്ട് ബാഡ് തിങ്കിങ്, അവനക്ക് അള്ളാഹു കൊടുത്ത നിയമത്ത് അത് ഉറക്ക നീങ്ങിപ്പോയ മയാവന്ത്, അവനക്ക് ഉറക്ക സീക്ക് പിടിച്ച മയാവന്ത്, അവനക്ക് ലോസ് ആയ മയ്യാവന്ത്, അങ്ങനെ ആശിച്ചവന്റെ പ്രാർത്ഥന അള്ളാഹു ഒരു കാലത്തും പിന്നെ സ്വീകരിക്കില്ല, അത് തള്ളപ്പെടും. ഇത് ഹദീസാണ് വിശുദ്ധ മുഅ്മിനീകളെ. ബഹുമാനപ്പെട്ട പിന്നെ ഹാത്തിമുൽ അസം തങ്ങൾ ചൊല്ലെ, പിന്നെ അതായത് ഗീബത്ത് നമീമത്ത് ചൊല്ലവന്റെ വിധി, ഗീബത്ത് നമീമത്ത് ചൊല്ലവണു അവൻ നരകത്തിൽ നായുടെ രൂപത്തിലായിട്ട് വേണ്ട, മംഗത്തെ രൂപത്തിലായിട്ട് വേണ്ട. കളവ് ചൊല്ലവണു നരകത്തിൽ നായുടെ രൂപത്തിലായിട്ട് വേണ്ട. നേരെ മറിച്ച് അസൂയ ദുനിയാവിൽ വെച്ചിട്ട് ഒരു മനുഷ്യർ കാണുമ്പോൾ നഞ്ചി കാട്ടവണു അവന് നാളെ പരലോകത്ത് വെച്ചിട്ട് അവന് പന്നിയുടെ രൂപത്തിൽ വണ്ടാണ്ട് ബഹുമാനപ്പെട്ട ഹാത്തിമുൽ അസം തങ്ങൾ ചൊന്നിട്ടുണ്ടെങ്കിൽ ഇത് നുസ്ഹത്തുൽ മജാലിസ് ചൊല്ലി കിതാബിൽ വിവരിക്കപ്പെട്ട മുഅ്മിനീകളെ. അപ്പൊ അസൂയ അള്ളാഹുവിന്റെ വിധിയിൽ പിന്നെ തൃപ്തനായിരിക്കും. ഞങ്ങൾ അള്ളാഹു തന്നറ അത് ഞങ്ങൾക്ക് അള്ളാഹു ഞങ്ങൾക്ക് എന്ത് വിധിച്ചിട അത് അള്ളാഹുടെ തൃപ്തി ഞങ്ങൾ സന്തോഷപ്പെടണം. ഞങ്ങൾ ഇനോർത്തത് നോക്കിയിട്ട് ഞങ്ങൾക്ക് അതേപോലെ ആവണം, അല്ലെങ്കിൽ അവന്റെ നോക്കിയിട്ട് ഞങ്ങൾ അസൂയപ്പെട്ടത് അത്ര സമഞ്ജസല്ല, അത് ഈമാനിൽ പെട്ടതല്ല വിശുദ്ധ മുഅ്മിനീകളെ. അപ്പൊ ആയതുകൊണ്ടിട്ടു അസൂയ ഞങ്ങളെ ദൈനംദിന ജീവിതത്തിൽ അത് വന്നുകൊണ്ട് സഹജമല്ല. എല്ലാവർക്കും അസൂയ പണ്ടില്ലേ. അള്ളാഹുടെ പേടിച്ചുകൊണ്ട് ആരാധിക്കുന്നവർക്ക് നക്ക് തന്ന നിയമത്ത് നിന്റെ സഹോദരന് കൊടുക്കണം, അല്ലെങ്കിൽ നിന്റെ സഹോദരനക്ക് അള്ളാഹു നിയമത്ത് കൊടുത്തതല്ലേ, അൽഹംദുലില്ലാ അവനക്ക് എന്തിനും കൊടുത്തല്ലേ. അങ്ങനെ ഉള്ള ഒരു സ്തുതി ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം എൻ്റെ പിരിച്ചത്തെ മുഅ്മിനീകളെ. അപ്പൊ അസൂയ ഇല്ലാണ്ടാവുകോസ്കര ഞങ്ങൾ ദുആ എടുക്കേണ്ടതുണ്ട്.
ഞങ്ങൾ സ്വഭാവം നന്നാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെ കുറിച്ചിട്ട് ബഹുമാനപ്പെട്ട ആയിഷ ഉമ്മ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് ചൊന്നില്ലേ, നബിയുടെ സ്വഭാവം എങ്ങനെ? അപ്പോൾ നബിയുടെ സ്വഭാവം എന്തെന്ന് കേട്ടെങ്കിൽ ബഹുമാനപ്പെട്ട ആയിഷ ഉമ്മ ചൊന്നവിടെ വഇന്നക ലഅലാ ഖുൽഖിൻ അദീം, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതായത് നബിയുടെ സ്വഭാവം അത് ഖുർആൻ ആയിട്ടിട്ട് ഫഖദ് നബിയന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി ബൈത്തിൽ അത് ചൊല്ലും എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അപ്പൊ ഹസദരെ തൊട്ടു ഞങ്ങൾ ഇനോർത്തരെ കണ്ടിട്ട് ഇനോർത്തരെ നോക്കിയിട്ട് അവന്റെ ആസ്തി അന്തസ്ത്, അവന്റെ നിഅമത്ത്, അള്ളാഹു അവന് കൊടുത്തതായ പൈസ, അള്ളാഹു അവനക്ക് ചൊരിഞ്ഞതായിട്ടുള്ള നിഅമത്ത്, അത് ഞങ്ങളെ കുറിച്ചിട്ട് ഞങ്ങൾക്കൊരു ഇതേ ഇല്ല. പിന്നെ അത് പറഞ്ഞു തീരാ, അസൂയ പറഞ്ഞു തീരാ, നഞ്ചി പറഞ്ഞു തീരാ. ബന്ധിട്ട് കണ്ടെങ്കിൽ നിന്റെ കൽബിൽ ഈമാനില്ലാണ്ട് എന്റെ അർത്ഥം. അപ്പൊ അസൂയ വരാത്ത പോലെ നോക്കണമെങ്കിൽ ഞങ്ങളെ സജ്ജനങ്ങളെ സഹവാസം പിടിക്കണം. പിന്നെ അസൂയത്തെ അപകടത്തെ ഞങ്ങൾ ഓർക്കണം. അസൂയാൽ ഒരിക്കലും ബർക്കത്താവില്ല, അങ്ങനെ ഉണ്ടു. അസൂയാൽ എപ്പോഴും അസ്വസ്ഥനായിരിക്കും, നഞ്ചി കാട്ടിട്ട് എല്ലാവരുടെയും നഞ്ചി, എല്ലാവരുടെയും നിറക്കാം. അങ്ങനെ ഒരിക്കലും അവൻ ഏനിക്കാവോ പോണ്ടില്ല. അവൻ സ്വയം കരഞ്ഞോട്ടെ പോണ്ട. എത്ര പോലെ നേരത്തെ ചൊന്ന ഹദീസ് പോലെ തീ കൊല്ലിടെ അങ്ങനെ തീ കൊണ്ട് പിന്നെ കത്തി കൊണ്ട് പോണ്ടു, അതേപോലെ അവനും കത്തി പോകട്ടെ പോണം, നഞ്ചി കാട്ടിട്ട് ഒരിക്കലും ജീവിതത്തെ ഏലിക്കാവില്ല. അപ്പൊ അസൂയ ഇല്ലാത്ത, നഞ്ചി ഇല്ലാത്ത ഒരു ജീവിതം നയിക്കണമെങ്കിൽ സ്വാലിഹായ സജ്ജനങ്ങളെ പിന്നെ സജ്ജനങ്ങളോട് സഹവസിക്കുക ചൊല്ലതായിട്ട്, സജ്ജനങ്ങളെ പലക്കെ കേൾക്കണു. അതായത് ഹദീസ് ചൊന്ന പോലെ ഇയ്യാകും അൽ ഹസദ ഫഇന്നൽ ഹസദ പിന്നെ യഅകുലുൽ ഹസനതു കമാ തഅകുലു നാറുൽ ഹതബ്. 6-10 എല്ലാം ഞങ്ങൾ ഇബാദത്തിൽ ഇന്നേണ്ടി കണ്ടെങ്കിൽ ഇന്നത്തെ മേൽ ഞങ്ങൾ നഞ്ചി ഒരിക്കലും മനസ്സില്ല. ആ നഞ്ചി വരാൻ പാടുള്ളതുമല്ല. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഇതൊരു സ്വാലിഹായ സൽക്കർമ്മത്തിന് കൊടുത്തൽപ്പെടുത്തുമാറാവട്ടെ എന്ന് മാത്രം ചൊന്നിട്ടു ഇൻഷാ അള്ളാഹ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.